ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നലെ നൈറ്റ് ബാംഗ്ലൂർ എത്തി, നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏകദേശം 8 മണി കഴിഞ്ഞു. നമ്മൾ ആ ഷോപ്പിൽ പോയി ചായ കുടിച്ചിട്ടോ. അപ്പോൾ അവിടെ ജോബിലുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോകണം. ജോബിലെ ഞാൻ എല്ലാവരും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. ഇനി നമ്മളെ പ്ലാൻ എങ്ങനെയാ? എൻ്റെ കുറച്ച് സീനിയേഴ്സും ഫ്രണ്ട്സും നമ്മുടെ നാട്ടുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊന്ന് കാണാൻ പോകണം. കുറേ കാലം ഏറെ കണ്ടിട്ട് 1 വർഷത്തിന് മേളിലായി. അപ്പോൾ അവരെ കാണാൻ പോകണം. ഒന്ന് ഫ്രണ്ട്ഷിപ്പ് നിൽക്കണം. പിന്നെ നമ്മൾ 11:30 ആകുമ്പോൾ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമ്മൾ നേരെ അനന്തഗിരി പോകുന്നു. അവിടെ സ്റ്റേ അടിക്കുന്നു. പിന്നെ അവിടെ 2-3 ഹിൽസ് ഉണ്ട്. അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് വൈബ് ആവണം. പിന്നെ നമ്മൾ അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യുന്നു. ഇന്ന് നൈറ്റ് അവിടെ സ്റ്റേ. നമ്മൾ നാളെ രാവിലെ പിന്നെ അടുത്ത നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള പ്ലാന്. ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇതുവരെ വേറൊരു നമുക്കൊരു ഇത് വന്നിട്ടില്ല. ഇപ്പം നമ്മൾ രാവിലെ തന്നെ നമ്മൾ ഇവിടുന്ന് കേട്ടോ, ഇവിടുന്ന് ചായ കുടിച്ചു. അതുപോലെ കിടക്കാൻ തണുപ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ചായ കുടിച്ചിട്ടാണ് ഈ ഒരു ഇരുത്തിരിക്കുന്നത്. തണുപ്പ് ഇന്നലെ അപാര തണുപ്പായിരുന്നു കേട്ടോ. പുതപ്പൊക്കെ പോച്ചിട്ടാണ് കിടന്നത്. ഇന്നലെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. നമ്മൾ ഫസ്റ്റ് എത്തിയ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ ജോബിലൊക്കെ ഇന്നലെ 11 മണിയായപ്പോൾ ഇറങ്ങി. ഞാൻ തുടങ്ങിയപ്പോൾ 1:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഷിപ്പിലാണ് കേട്ടോ എല്ലാവരും എണീക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് കാണാം. പിന്നെ ജോബിൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ കുളിക്കാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ആളത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 8 മണിയാകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകണം. അതെ, കാണിച്ചു തരാം. ആള് കുളിക്കാൻ വേണ്ടി പോയതാ. ആൾ വന്നിട്ട് ഞാൻ ആളെ കാണിച്ചു തരാം. ആളൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഗായ്സ്, നമ്മൾ ഇന്നലെ ബാംഗ്ലൂർ എത്തിയെന്ന് പറഞ്ഞാൽ ഈ റൂമിലെത്തിയത് 9 മണിക്കാണ്. അപ്പം നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാംഗ്ലൂർ നൈറ്റൊക്കെ ഒന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്താ പറ്റിച്ചാൽ ഇവിടെ എത്തിയപ്പോൾ നല്ല ടയർഡായി. പിന്നെ ഞാൻ പുറത്ത് പോയില്ല. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നു. ജോബിലും പിന്നെ ഇവിടുത്തെ ഫ്രണ്ടുമാണ് ഫുഡൊക്കെ മേടിക്കാൻ വേണ്ടി പുറത്ത് പോയി കേട്ടോ. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല, വരെ പോയത്. അതുകൊണ്ട് ബാംഗ്ലൂർ നൈറ്റിലെ വിഷ്വൽസൊന്നും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയില്ല. എന്തായാലും തിരിച്ചു വരുമ്പോൾ സമയം ഉണ്ടെച്ചാൽ എന്തായാലും നിങ്ങളെ കാണിക്കുന്നതാണ്. ഹായ് ഗൈസ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലെ ഞങ്ങൾ എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലായിരുന്നു. ഉമേഷ് എന്ന് പറഞ്ഞ ആളായിരുന്നു. അപ്പോൾ അച്ഛനോട് ഉണ്ട് ഇന്നലെ ഡ്യൂട്ടിക്ക് പോവാണ്. അവിടെ ECPF അല്ലേ, ECPL ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ മച്ചാൻ. അപ്പോൾ ഇന്നത്തെ നൈറ്റും കാര്യങ്ങളും ഫുഡും എല്ലാം പ്രോഗ്രാം നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഞങ്ങൾ സെറ്റ് ചെയ്യാൻ അടിച്ചു പൊളിച്ച് ഞങ്ങൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ മച്ചാനിപ്പോൾ ഡ്യൂട്ടിക്ക് പോവാണ്. അപ്പോൾ അവൻ പോയി കഴിഞ്ഞൊരു 10 മിനിറ്റ് ശേഷം ഞങ്ങൾ ഇറങ്ങുവാണ്. അപ്പോൾ ആ മുഖം ഒന്ന് കാണിച്ചു കൊടുത്താട്ടെ. ഓക്കെ, ഉമേഷ് ഇടുക്കിക്കാരനാണ് കേട്ടോ. നിങ്ങൾക്ക് ഇടുക്കിയിലൊക്കെ ഇനി എന്തെങ്കിലും പരിപാടി ഇടുക്കി പോകണമെങ്കിൽ മച്ചനെ കോൺടാക്ട്. നമുക്ക് നമ്പറൊക്കെ ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. ഇടുക്കിയിൽ രാജകുമാരി എന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പോൾ മച്ചന് പോവാണ്. അപ്പം നമുക്ക് അപ്പോൾ വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ നേരെ ബാംഗ്ലൂർ പോകണം. ബലന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോകണം. ബാംഗ്ലൂർ പോയിട്ട് ജോബിൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെന്തായാലും അവിടെ പോയിട്ട് വേണം ഇനി നേരെ അനന്തഗിരിയിലേക്ക് പോകാം. അപ്പോൾ അതിനിടയിൽ ചില പ്ലാൻ മാറാം. നിങ്ങളെന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ അടിപൊളി കുറച്ച് വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ മാക്സിമം നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കാം. എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ, ഗായ്സ്, നമ്മൾ വഴി തെറ്റി ഏതൊരു അമ്പലത്തിൻ്റെ ഒക്കെ എടുത്തിട്ടോ. ഇവിടെ തന്നെ തോന്നുന്നു. നമ്മൾ ലൊക്കേഷൻ ഇട്ട് വന്നാ കേട്ടോ. അമ്പലം കണ്ടോ, ടെമ്പിൾ ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ, കിട്ടില്ല ടെമ്പിൾ. അപ്പോൾ ഗായ്സ്, നമ്മൾ ജോബിൻ്റെ ഫ്രണ്ടിനെ കണ്ടു. അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ അടിപൊളി ഒരു ടെമ്പിളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടു. ഇനി അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ ഹൈദരാബാദല്ല
അനന്തഗിരി. അപ്പോൾ ഇനി അനന്തഗിരിയിലാണ് പോകുന്നത്. ഇനി പോണ വഴിക്ക് നമുക്ക് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ നോക്കാം കേട്ടോ. എന്തായാലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ. ടൈം ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്ന് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ ഓൾമോസ്റ്റ് ഒരു 10 minutes സ്പെൻഡ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ വന്നേ. പിന്നെ പഴയ ഫ്രണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സംസാരിച്ച് സെറ്റൊക്കെ ആയി. അപ്പോൾ ഒരു 1 hour ആയില്ലേ. 1 hour നമുക്ക് സ്പെൻഡായി. അപ്പോൾ നമുക്ക് കുറച്ച് ഫാസ്റ്റ് ആക്കണം. എന്തായാലും ഇവിടുന്ന് ഹെബ്ബാൽ വരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഫുള്ള് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഇടയ്ക്ക് പോലീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്പീഡ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ നോക്കി പോകാം. ഹെബ്ബാൽ കഴിഞ്ഞാൽ പിന്നെ എയർപോർട്ട് റോഡാണ്, ഹൈദരാബാദ് റോഡാണ്. നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് സെറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന റോഡാണ്. അപ്പോൾ നമ്മൾ അവിടെ നമുക്ക് ടൈം ലാപ്സ് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഗായ്സ്, അപ്പം നമ്മൾ അനന്തഗിരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഹൈദരാബാദ് റോഡിലാണുള്ളത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വേറൊരു ഡൂക്കിനെ കിട്ടിയിട്ടോ. അവർ നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ കൊണ്ടോട്ടിയുള്ളവരാണ്. അപ്പോൾ നമ്മൾ അവരെ കണ്ടു, അവരോട് സംസാരിക്കുന്നു കേട്ടോ. അവർ കൊണ്ടോട്ടിയാണ്. അവർ വ്ളോഗൊന്നും ചെയ്യുന്നില്ല, അവർക്ക് ഗോപ്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് അവരെ പരിചയപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ അവർ ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അങ്ങോട്ട് കേട്ടോ പോയിട്ട് അവലംബെട്ട ഹിൽസോ അങ്ങനെ എന്തോ. ചിലപ്പോൾ ഞങ്ങളും അങ്ങോട്ട് പോകും കേട്ടോ. ഞാൻ അവിടെ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ബ്രോ പേര്? പേര് നജീബ്. കൊണ്ടോട്ടി. കിശ്ശേരി. മലപ്പുറം കിശ്ശേരി. ഞാൻ അഷ്റഫ്. കിശ്ശേരി. ഞാൻ കണ്ടോളിൻ്റെ നാട്ടുകാരാണ്. അപ്പോൾ എന്തായാലും ഇനി അവലംബേട്ട എന്ന സ്ഥലത്തേക്ക് പോകണമെന്നുണ്ട്. നമുക്ക് പോലെ നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ നമുക്കിനി 20-ാം തീയതിയാണ് ഹൈദരാബാദ് എത്തേണ്ടത്. അപ്പോൾ നമുക്കിനി അതുവരെ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് അവിടെ പോകണം. അവിടുത്തെ വ്യൂ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. KTM 250 കേട്ടോ അവരെ വണ്ടി. അപ്പോൾ എന്താ വെച്ചാൽ അവർ വണ്ടിയിൽ ഫ്യൂവൽ കുറവാണ്. അപ്പോൾ അവർ ഫ്യൂവൽ അടിക്കാൻ വേണ്ടി പോകാട്ടോ. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ഡൈവേർട്ട് ഉണ്ട്, ഈ റൂട്ടാണ് ഇനി പോകേണ്ടത്. നമ്മൾ അനന്തഗിരിയും ഹൈദരാബാദ് റോഡ് ഇതാണ്. പക്ഷേ നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ വ്യൂ പോയിൻറ്റിലേക്ക് പോകേണ്ട റോഡ് ഇതാണ്. അപ്പോൾ അതിലാണ് ഇനി പോകേണ്ടത്. അപ്പോൾ അവരിനി ഫ്യൂവൽ അടിച്ച് വരും. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്യണം. നമുക്ക് പൊതുവേ എല്ലാ പ്രാവശ്യവും എങ്ങോട്ടിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ കുറേ പേരൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അവരെ ഫോൺ നമ്പറൊക്കെ മേടിച്ച് വെക്കണം. ഞാൻ ചാടി ഇറങ്ങാം. അപ്പോൾ നീ വണ്ടി എടുത്ത് പോയായിരുന്നു. അപ്പോൾ ജോബിൽ ഇനി വണ്ടി കറക്കി അങ്ങനെ താഴോട്ട് വരും. ഞാൻ അതിലെടുത്ത് ചാടും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് അവസ്ഥകൾ. നമുക്കൊരു പ്ലാനും ഇല്ലാതെ ഇറങ്ങുന്നതുകൊണ്ട് ഇങ്ങനെ വഴിയിൽ നിന്ന് കിട്ടുന്ന പ്ലാനുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും, നല്ല പ്ലാനുകളാണെങ്കിൽ. വേറെ കുഴിന്നാണോ ഈശ്വര. ഏതും തണുപ്പിൽ ചോട്ടിയാലോ? അവിടെ ചൂട്ടാം. അവിടെ അതിന് ഫ്രണ്ടിലൊരു തണൽ കാണുന്നുണ്ട്. ഞാൻ കയറട്ടെ.
ഗായ്സ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതല്ല സ്ഥലം, നമ്മൾ വണ്ടി പറക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് പോകണം. നടക്കാണ്ട് തോന്നുന്നു കേട്ടോ, കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്തായാലും പോയി നോക്കാം. വണ്ടി കട പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ വലിയ ബാഗ് എടുത്തു കേട്ടോ. ഇനി ടവല് മാത്രമേ ഉള്ളൂ, അത് സീനില്ല. അവന്മാരെ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ കയറിയുണ്ട്. ഇവിടെ അങ്ങനെ ഗേറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എങ്ങനെ അവസ്ഥ, ടിക്കറ്റ് എടുക്കണോ ഇല്ലയെന്നൊന്നും അറിയില്ല. മുമ്പിൽ കുറേ പേരുണ്ട്. നമ്മളെ കൂടെ വന്ന മറ്റവരൊക്കെ മുമ്പിലുണ്ട്. എത്ര ദൂരം പോകാമെന്നുണ്ടെന്നൊന്നും അറിയില്ല. വേറെയും ടീമൊക്കെ പോകുന്നുണ്ട്. എന്തായാലും പോയിട്ട് കണ്ടു നോക്കാം. എന്തായാലും ഹെൽമെറ്റും പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആവിലപേട്ട ഹിൽസ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ നടക്കാണ്ട്. ഗേറ്റ് ഓപ്പൺ അല്ല അവിടെ, പക്ഷേ അങ്ങോട്ട് അലൗഡാണെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ പോകും. എന്നാലും ഇനി നടന്നു നോക്കാം. മേലെ എനിക്ക് തോന്നുന്നു അതിൻ്റെ മേലേക്കായിരിക്കും കേട്ടോ. വേണ്ട അപ്പോൾ അവിടേക്കായിരിക്കും. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ അത് സീനില്ല. കുറേ ദൂരം ബൈക്കിലായിരുന്നു. എടാ മാപ്പിൽ ഇനി 1 കിലോമീറ്റർ നടക്കാനുണ്ടോ? 1.4. റോഡായോണ്ട് സീനില്ല. അല്ല നടത്തുന്നൊരു വിഷയമല്ല, പക്ഷെ ഇത്രയും നേരം ബൈക്കിൽ നടക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ യൂട്യൂബിൽ മെയിൻ വീഡിയോസ് തന്നെ ട്രക്കിംഗ് ആണ്. കാടും മലയും അങ്ങനെ സംഭവം. ഇതിങ്ങനെ കയറി വരുമ്പോൾ സ്ട്രൈറ്റ് റോഡ് കാണുന്നുണ്ട്. ആ റോഡിന് തോന്നുന്നു വണ്ടികളൊക്കെ പോകാനായിരിക്കും. പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ കയറി വെക്കാം. ചിലപ്പോൾ ഇത് ഷോർട്ടായിരിക്കും, അല്ലെങ്കിൽ ആകെ മോഞ്ചു. അതെൻ്റെ ഫോണിലായിരിക്കും. ശരിക്കും ഇങ്ങനെ സ്ഥലങ്ങളൊന്നും ഈ സമയത്ത് ഒരിക്കലും കയറാൻ പറ്റില്ല. നമ്മൾ നല്ല മോർണിംഗ് കയറണം. പക്ഷെ ഇത് ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടില്ല. ഇതുവരെ ഫോട്ടോസ് ഒന്നും കണ്ടിട്ടില്ല. നമ്മളിവരെ ശരിക്കും കണ്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ നേരെ നമുക്കിതൊന്ന് മിസ്സായി. നമ്മൾ നേരെ അനന്തഗിരി ആ റൂട്ട് പിടിച്ചാണ്. അനന്തപൂർ. എങ്ങനെയുണ്ട് നടത്തും? അടിപൊളി. ഇതാവട്ടെ. അതെ, മോർണിംഗ് അല്ലേ? മോർണിംഗ് കിട്ടുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇവിടെ കോട മൂടി പോകുന്ന സ്ഥലമാണ്. ബാംഗ്ലൂരിനായപ്പം മോർണിംഗ് കയറണമെങ്കിൽ അടിപൊളിയാണ്. ഇവിടെ പിന്നെ ഈ സ്ഥലം കണ്ടു വെച്ചാലേ വേറെ ദിവസം വരുമ്പോ വരാലോ. അതെ, നമ്മളിവിടെ എന്താ അവസ്ഥ എന്നൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ ഫോട്ടോസിലും കണ്ടില്ലേ? ഞങ്ങളതും കാണാത്ത ആൾക്കാരാ. ഇന്നലെ കണ്ടത്, ഇന്നലെ മിഞ്ഞാന്നോ വീഡിയോ ഗ്രൂപ്പിൽ വന്നാ ഒരു ട്രാവലിംഗ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അതിൽ വന്നു. വെറുതെ ചോദിച്ചില്ല. അപ്പൊ എന്റെ എവിടെ സ്ഥലം കൊടുത്ത് വയനാട് ആയിരുന്നു. പറഞ്ഞു വയനാടൊന്നല്ല, സ്ഥലം അടിച്ചപ്പോ കിട്ടി. ഗൈസ്, അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും നോർമൽ വേറെ വണ്ടിയൊക്കെ പോകുന്ന വഴിയുണ്ട്, പക്ഷെ അത് ക്ലോസ്ഡാണ്. അതെ, അപ്പോൾ ഷോർട്ട് കട്ടുകളുണ്ടായോണ്ടേ അതായത് നടന്നു കയറും. നമ്മൾ ഫോറസ്റ്റുകാരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരൊന്നും പറഞ്ഞൊന്നുമില്ല. നമ്മളവർ ഒരു ഗുഡ് ഈവനിങ് വിഷ് ചെയ്തിട്ടൊക്കെയാണ് കയറുന്നത്. സീനൊന്നുമില്ല. ഇത് നമുക്ക് വഴി അറിയട്ടെ. നമ്മളെ കൂടുതൽ ഗൈഡുണ്ട് കേട്ടോ. ഗൈഡ് ആ കണ്ട ആളെ നമുക്ക് വഴി കാട്ടി. ആൾക്ക് മുന്നിൽ കയറി പോവാൻ സ്പേസ് കൊടുക്കാം കേട്ടോ. ഗോവോ എനിക്ക് ഞങ്ങൾക്ക് തോന്നണേ അതിൻ്റെ മണ്ടയിലായിരിക്കും സ്പോട്ട് കേട്ടോ. അപ്പോൾ സംഭവം കുറേ ദൂരം ബൈക്ക് ചെയ്തോണ്ടേ ആകെ ക്ഷീണിതനായി. കുറച്ച് കയറിയപ്പം ജോബിൽ നിന്ന് പെണീക്കാൻ വയ്യാതിരിക്കുക. അതായത് ഇത് നടത്താൻ ഞങ്ങൾക്ക് പ്രശ്നമില്ല, കാരണം എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നില്ലേ. നടത്തൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രയും ദൂരം ബൈക്ക് ഇടുന്നിട്ടാണെന്ന് തോന്നുന്നു. നമുക്ക് നടക്കാനൊന്നും കഴിക്കണില്ല, ആകെ ക്ഷീണിതനായി പോവാണ്. അപ്പോൾ എല്ലാവരും ഇരിക്കുന്നുണ്ട്, നമ്മളെല്ലാവരും ഇരിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ
റെസ്റ്റ് എടുത്ത് കയറാം. തിരിച്ചു വരുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. ചാടി ഓടി വരാൻ പറ്റും. ചാടി ഓടി വരാൻ പറ്റും. ഗായ്സ് നമ്മൾ റെസ്റ്റൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളെ പട്ടിയും ഇവിടെ റെസ്റ്റ് എടുത്തു കേട്ടോ. നീ പാടാ ബെന്നി വാ കാം ആ. അപ്പോൾ ഗൈഡ് വെഹിക്കിളാണ്. ഇവിടത്തൊക്കെ വ്യൂ കണ്ട. അയ്യോ അടിപൊളി ചേട്ടാ. ഞങ്ങൾ നിലമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ കിട്ടാൻ തുടങ്ങിയ കേട്ടോ ഈ വ്യൂ. ആ നമ്മൾ നിലമ്പൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നമുക്ക് ഇങ്ങനത്തെ വ്യൂ ആട്ടോ. സ്കൈയും മൊത്തം കിട്ടുന്നത്. ബൈക്കൊക്കെ വരുന്നുണ്ടല്ലോ. ഇവരൊക്കെ എങ്ങനെ കയറിപ്പോയി എങ്ങനെ ഇറങ്ങുന്നതാണാവോ. നമ്മളെ ഗൈഡ് ഡോഗ് മുമ്പിലുണ്ട്. ശരിക്കും ഗൈഡ് ഡോഗൊന്നുമല്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതൊക്കെ തന്നെ നമ്മളെ കൂടെ വന്നാ. നമ്മളെ കുപ്പിയിൽ വെള്ളം ഉണ്ടായിരുന്നു, വെള്ളം കൊടുത്തു. പക്ഷെ ആൾക്ക് വെള്ളം വേണ്ട. ശേ നമ്മളെ കൂടെ വന്ന അവളെ കാമുകനെ കാണാൻ വേണ്ടി വന്നാ. പണി പാളി ഗായ്സ്. കുറങ്ങനെ ഇരിക്കണോ. ഇതൊന്നും പേടില്ലേ? കുത്തി പറിച്ചു പോവും. അയ്യോ ക്യാമറ പോയാൻ തീർന്നു. അയ്യോ പേടില്ല. ശരിക്കും കുരങ്ങന്മാരൊക്കെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ ഓടിപ്പോവും. ചിലപ്പോൾ നമ്മളിന്നേ വല്ലതും കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് നിൽക്കായിരിക്കും. വയനാട് നടത്തിയില്ല. ആ അതെ. ടെമ്പിളാണോ ഇതിപ്പോ? അമ്പലാണോ എന്താണ് ഒന്നൊരു പിടിയില്ല കേട്ടോ. അങ്ങനെയാണോ? ഇതിപ്പോ എല്ലായിടത്തും കാണാലോ. പിന്നെ ഈ സംസ്ഥാനം മൊത്തം കാണാൻ തോന്നുന്നു. നിനക്ക് വിമാനം കണ്ടു കഴിഞ്ഞാൽ നീ അപ്പൊ എയർ ഹോസ്റ്റസിന് കാണാം. പെയിന്റ് അടിച്ച് കളർ മാറ്റാറ്. അയ്യോ ശരിയാ. സംഭവങ്ങളോട്ടോ. പിന്നെ മേടിയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കണ്ടിട്ടൊരു അമ്പലം പോലെയൊക്കെ ഉണ്ട്. അമ്പലമായിരിക്കും, ടെമ്പിളായിരിക്കും. ആ എല്ലാ മലന്റെ മണ്ടയിലും ഉണ്ടാവാറുണ്ട് പൊതുവെ. ശരിയാ. ആ മറ്റേ ഓൾഡ് ടെമ്പിളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എന്താ പറയുക, നമ്മുടെ തമിഴ്നാടും കർണാടക അങ്ങനെ പുറത്തുള്ള അമ്പലങ്ങളൊക്കെ കിട്ടുവാണ്. അതിന്റെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കല്ലുകൊണ്ടുണ്ടാക്കിയ കേരളത്തിലൊക്കെ ന്യൂ ജനറേഷൻ അമ്പലങ്ങളാണ്. ഗായ്സ് ഇവിടെ ഒരു പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മേലെ അതിലും വലിയ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. പോയി നോക്കാം. അയ്യോ എടാ എന്തെങ്കിലും കൊടുക്കടാ. കൊടുത്തോ. ഓ ഇത് അപ്പൂപ്പൻ കുരങ്ങനാണ്. അപ്പൂപ്പൻ മങ്കി. ഇതൊരു കടിപിടി കൂടെയായിരിക്കും ചിലപ്പോൾ. വെറുതെ ചിലപ്പോൾ പറയാൻ പറ്റുന്ന വെച്ചാൽ ഇവിടെ വേറെ മൃഗങ്ങളൊക്കെ വന്നിട്ടേ. ഇത് ഫസ്റ്റ് ഒരു ബിൽഡിംഗ് ആട്ടോ. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല. മേളിക്ക് ഇങ്ങനെയാണ്. എന്തായാലും സംഭവം കൊള്ളാം. ഇവിടെയൊക്കെ ഉണ്ടോ മൊത്തം കാണാം കേട്ടോ. ഇവിടെ അമ്പലമാണോ? ഗായ്സ് മുകളിൽ ഒരു അമ്പലം ഇവിടെയുള്ള. ആ നല്ല സ്മെല്ലുണ്ട്. ചന്ദനത്തിരി വെച്ചാണ് സാമ്പ്രാണിയുടെ. ഇതാടാ ഇത് വേസ്റ്റ് പിന്നാണല്ലോ. വാട്ടറാ കയറി വെക്കാം. ഗൈഡ് എവിടെയാ? നമ്മളെ ഗൈഡ് അതിൻ്റെ മണ്ടയിൽ കയറി. ചിലപ്പോൾ അവിടെ വ്യൂ പോയിട്ടോ. ഗൈഡ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം.
ഗൈഡിനവിടെ വേറെ പോയിന്റ് ഉണ്ട്. നല്ല തണുത്ത കാറ്റ്, അടിപൊളിയാണ്. നടന്ന് വേർത്ത് കുളിച്ച് നിൽക്കുമ്പോൾ ഈ തണുത്ത കാറ്റുണ്ടല്ലോ, കിടില. അയ്യോ, കുഴങ്ങില്ലേ? പിന്നെ എൻ്റെ 500 കലോറീസ് ഒറ്റയടിക്ക് കഴിഞ്ഞു പോയി. തടിയൊക്കെ കുറയട്ടെ. ശരിക്കും ഒരിക്കലും ഇത് കയറുന്ന ടൈം ഇതല്ലാന്ന് മനസ്സിലായി. നമ്മൾ നല്ല മോർണിംഗോ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ചിലപ്പോൾ അടിപൊളി സൺസെറ്റ് ഒക്കെ ഉണ്ടാവും. ശരിക്കും ഈ സ്റ്റെപ്പൊന്നും ഗൂഗിൾ മാപ്പിൽ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു പറഞ്ഞ കിലോമീറ്റർ കഴിഞ്ഞു. 1.4 അവിടെ എത്തിയില്ല, നമ്മളത് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇപ്പം നമ്മൾ. എടാ ജോബിലെ, ഇന്നെന്തായാലും വൈഫൈ വേണം നമുക്ക്. വൈഫൈ നമുക്ക് നിർബന്ധം. അവിടെ ഉണ്ടാവില്ലേ? ജോബിലെ, ആ ബേക്കിലുള്ള ആളെ മുമ്പിലേക്ക് ഇടൂ, ഗേറ്റിനെ മുന്നിലേക്ക് ഇടൂ. വേനെ വേനെ കാം കാം. അതെ അതെ, ചിലപ്പോ വരുന്നൊക്കെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ അവിടെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ, അപ്പൊ അവർക്ക് അത് കിട്ടുന്നില്ലേ? മേലെത്തിയാ? ഇതാണ് എൻ്റെ തോന്നുന്നില്ലേ? ഇനി മേലെ അവിടെ ഞാൻ തിരിയുമ്പോൾ അവിടെ നിന്ന് മേലക്ക് സ്റ്റെപ്പ്. സ്റ്റെപ്പ് ഉണ്ടാ? ഓ അയ്യോ, കയറുമോ? കഴിഞ്ഞു. ഗായ്സ്, നമ്മൾ മുകളിലെത്തിട്ടോ. ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങളുടെ കാണാൻ പോകുന്നത് എന്താണെന്ന് കാണിച്ചു തരാം. ഓ, ഇതൊക്കെ എങ്ങനെ നിൽക്കുന്ന സംഭവം ഗൈസ്. ജോബിലെ, എങ്ങനെയുണ്ട് സ്ഥലം? കണ്ട് അടിപൊളി. പക്ഷെ ആ പാറ മേളിൽ കയറാൻ പറ്റില്ലല്ലോ. പാറ മേളിലേക്ക് കയറാൻ പറ്റില്ല. അയ്യാ, നമ്മളെ ഗൈഡ് എടാ മച്ചാമാരെ, സ്ഥലം എങ്ങനെയുണ്ട്? നടന്നതിനുള്ള ഉപകാരമുണ്ടോ? മേളിൽ കയറണം. അതിന്റെ സ്റ്റെപ്പ് ഉണ്ടോ? ആ സംഭവം അല്ലേ? അപ്പൊ ഇനി അവര് പറയുന്നേ പറഞ്ഞ മുകളിലേക്ക് കയറാൻ എന്തോ സാധനം ഉണ്ടെന്നാ. അപ്പൊ എന്താ അങ്ങോട്ടും പോയി നോക്കണം. ഇത് വ്യൂ രക്ഷയില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മോർണിംഗ് വരണം അവിടെ. മേഡം, നമ്മൾ കയറുന്ന ഭാഗത്ത് വെക്കാം, എടുത്തോ. കാരണം നമ്മൾ അവിടുന്ന് വെള്ളം ഒന്നും മേടിക്കാത്ത നമുക്ക് എങ്ങനെ ഒരു പണി പറയാൻ പറ്റില്ല. ആ ഡ്രസ്സോടെ വെച്ചോ, കുഴപ്പമില്ല. ഗൈസ്, നമ്മൾ ഈ പാറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ പോകണേ. ഇനി അങ്ങോട്ട് കയറണം. ജോബിലൊക്കെ മേലെ കയറിയിട്ടുണ്ട്. പിന്നെ ഇവിടെ കൂടുതൽ ഒരു പയ്യന് മേലെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മേലെ കയറി നോക്കാം മേലെ എന്താ ഉള്ളത്. അപ്പോൾ ശരിക്കും മേലേക്ക് ഇതിലെല്ലാം പോലും പോവാം, വേറെ വഴി ഉണ്ടും പോലും. എൻ്റെ ജോബിലൊരു കൈ തരുമോ? ഒന്നോ ചോറ് കഴിക്കാനുള്ള കൈ ഒന്ന്. മറ്റേത് ഇമ്പോർട്ടൻ്റ് ആണ്. നീ എങ്ങനെ ചോട്ടി കയറി? ഇവിടെ ചോട്ട് പോയി. കയ്യിൽ ക്യാമറ ഉണ്ടായോണ്ടേ ഒറ്റയ്ക്ക് പിടിച്ചിട്ട് കയറാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. കണ്ടോ? കിടിലൻ വ്യൂ. എന്തായാലും ഇവിടെ കയറിയല്ല, കുറച്ച് ഫോട്ടോസ് ഒന്നും അടിച്ചിട്ട് പോവാണെങ്കിൽ. ഇങ്ങോട്ടൊന്നും ഇവിടെ എനിക്ക് വലിയ പ്രശ്നമില്ല. അപ്പം ഇനി അവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്തിട്ട്
അപ്പുറത്തെ ആടോ വ്യൂ എന്ന് പറഞ്ഞേ? അപ്പുറത്തേക്ക് കയറാന്ന് പറഞ്ഞേ? അടിയിലാണ് അടിയിലാണോ? ആ ആ, അതാണ്. അപ്പൊ അടിയിൽ വേറൊരു വ്യൂ ഉണ്ട്. ഇതാണ് ഏറ്റവും വലിയ ഹൈറ്റ്. ആ ആ, അപ്പൊ എന്തായാലും താഴത്തെ വ്യൂക്ക് ഇറങ്ങിയിട്ട് പോകാൻ പറ്റും നോക്കാം. വഴി അറിയില്ല നമുക്ക്. അപ്പൊ നമുക്ക് അതെ, ഫസ്റ്റ് ടൈം വരുന്നത്. പിന്നെ എന്താ വെച്ചാൽ നമ്മളൊപ്പം വേറെ ടീംസ് ഒന്നും ഇല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വഴി അറിയാത്തുണ്ട്. അങ്ങോട്ട് കയറി ഈ പാറയൊക്കെ എങ്ങനെ നിൽക്കുന്നത് ഇവിടെ ഇല്ല കേട്ടോ. ഓ മാരകം. ഗായ്സ് ഇപ്പം ഞാൻ ഇരിക്കണുണ്ടോ? ഇരിക്കണ സ്ഥലം കണ്ടോ? അവിടെ കണ്ടോ ഒരു വെള്ളമൊക്കെ കിട്ടിയതിൻ്റെ ഇവിടുത്തെ വ്യൂ കണ്ടോ? സറൗണ്ടിങ് വ്യൂ ആട്ടോ ഇത്. അപ്പോൾ ഇത്രയും നടന്ന് കയറിയാൽ എന്തായാലും ഉപകാരമുണ്ട്. സംഭവം കൊള്ളാം, കിടലാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഇറങ്ങണത് വൻ ടാസ്ക്കാണ്. എങ്ങനെയൊക്കെയോ ഇരുന്ന് കയറി എത്തിയാട്ടോ അതിൻ്റെ മണ്ടയിൽ. ഇവിടെ കണ്ടോ ഇപ്പോൾ എങ്ങനെയൊക്കെയോ അതിൻ്റെ മുകളിൽ അവനൊക്കെ അതിൻ്റെ മുകളിലൊക്കെ കയറിയുണ്ട്. അപ്പോൾ എന്തായാലും അതുണ്ട്. അതിൻ്റെ മുകളിൽ എന്താ ബൾബാണ്? അതിൽ ബൾബല്ലേ? രാത്രി പരിപാടി. അവിടെ ബൾബിട്ട വ്യൂ, നല്ല വ്യൂ ഉണ്ടാവും, നല്ല വിഷ്വൽ ഇട്ടുണ്ടാവും, എന്തെങ്കിലും സാധനം കിട്ടുന്നുണ്ടാവും. അതിൻ്റെ മുകളിലുണ്ട് ഗൈസ് ഒരു ബൾബാണ്. അതിൻ്റെ മുകളിൽ ബൾബ് വെച്ചിട്ടുണ്ട്. വയറിങ്ങനെ പോയിട്ടൊരു ബൾബൊക്കെ ഉണ്ട്. അവിടെ കയറാൻ പറ്റുന്നതെന്ന് അറിയില്ല. ഇവിടെ പിന്നെ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ടേ എന്തായാലും കയറി സംഭവമൊക്കെ മൊത്തം എക്സ്പ്ലോർ ചെയ്തു. ഇതൊരു സംഭവം കയറി വന്നതിന് എന്തായാലും ഉപകാരമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അവിടുന്ന് പാറൻ്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇവിടുത്തെ ഒരു വ്യൂക്ക് വന്നാണ്. ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. നല്ല കാറ്റാണ് അവിടെ, തണുത്ത നല്ല അടിപൊളി കാറ്റ്. പിന്നെ അതൊക്കെ ഫ്ലൈറ്റൊക്കെ മേലെ കൂടെ പോകുന്നുണ്ട്. അത് നമ്മുടെ ഗോപ്രോയിൽ ശരിക്കും കാണാൻ പറ്റില്ല, കാരണം ഇത് നല്ല ടോപ്പിലാണ്. ശരിക്കും കാണാൻ പറ്റും, പക്ഷെ ഗോപ്രോയിൽ അധികം വ്യക്തമായിട്ട് കാണില്ല. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ അനന്തപൂരിലേക്കാണ് പോകുന്നത്. ഇനി അവിടെ നമുക്ക് റൂമുണ്ട്, ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകും. അപ്പോൾ അവിടെ നമ്മൾ വൈഫൈ ഓക്കെ ആണെങ്കിൽ നമ്മൾ വീഡിയോ ഒക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഓരോരാണ് റൂം ബുക്ക് ചെയ്തിട്ടുള്ളതെന്നൊക്കെയാണ് പറയണേ. ഇനി അവിടെ ഫ്രണ്ട്സൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. നോക്കട്ടെ, നല്ല ഇൻസ്റ്റയിൽ സ്റ്റോറിയിട്ടുണ്ട്. ഇനി അനന്തപൂരിലേക്കാണ് പോകുന്നത്. അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് റൂം കിട്ടുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ചെറിയ റൂം എടുക്കണം. അവിടെ നമുക്ക് നിർബന്ധം ഒരു വൈഫൈ കിട്ടുകയാണെങ്കിൽ ഉപകാരമായിരുന്നു. ഉണ്ടായിരിക്കും തോന്നുന്നു. ജോബിലേ നമുക്ക് പോകണടാ, സമയമാടാ, 4 മണിയായി. പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റും ഇത് കണ്ട് പോകാൻ തോന്നുന്നില്ല. ഇവിടെ കൂടിയാൽ ടെന്റ് ഉണ്ടെങ്കിൽ സെറ്റ് ആണ്. ഇവിടെ താമസിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ടെന്റ് അടിച്ചെടുക്കണം. മൃഗങ്ങളൊന്നും ഇല്ല ഇവിടെ. കുരങ്ങന്മാരും പട്ടികളും കുഴപ്പമില്ല. പിന്നെ കുരങ്ങന്മാരും പട്ടികളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ടത്. വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ടെന്റൊക്കെ അടിച്ചിട്ട് സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞാൽ കിട്ടില്ലായിരിക്കും. പക്ഷെ നമുക്ക് പെർമിഷൻ കിട്ടാനുള്ള ചാൻസ് കുറവാ. എന്തായാലും കൊടുക്കില്ല, കാരണം അത്രയ്ക്ക് ടോപ്പിലാണ്. പിന്നെ ഇതൊരു ടൂറിസം മേഖലയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇതൊക്കെ ഉണ്ടല്ലോ അല്ല, ടൂറിസം മേഖലയാണെന്ന് പറയാൻ കാരണം എന്താ പറയുക, താഴത്ത് ഈ എന്താ നമ്മൾ ടിക്കറ്റ് എൻട്രൻസ് സംഭവങ്ങളുണ്ട്, ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഉണ്ട്. അത് ഫോട്ടോ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും അപ്പോൾ ടൂറിസം മേഖലയാണിത്. അതുകൊണ്ട് എന്തായാലും നമുക്ക് സ്റ്റേ ചെയ്യാനൊന്നും പറ്റില്ല. അതെന്താണ് കാണുന്നത്? അത് ഡാമാണത്. ലേക്കായിരിക്കും, ചെറിയ ലേക്കായിരിക്കും. കുറെ സംഭവങ്ങൾ അവിടെ കാണുന്നു കേട്ടോ. ഗോപ്രോയിൽ നിന്ന് വ്യക്തമായിട്ട് കാണില്ല. അവിടെ പാടവും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. ഇവിടുത്തെ കൃഷികൾ മൊത്തം ഇവിടെ കാണാം. നമ്മൾ പണ്ട് 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കത്തില്ലേ, മറ്റേ മലച്ചെരികളുള്ള കൃഷി, അതാണ് സംഭവം അവിടെ ചെയ്തത്. എന്തായാലും കൊള്ളാം. അപ്പോൾ ഗൈസ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. മെയിനടിയിലുണ്ടോ? ഗൈസ്, അപ്പോൾ ഇനി അടിയിൽ വേറൊരു വ്യൂ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് കൂടിയും പോയിട്ടാണ് നമ്മളിനി താഴോട്ട് ഇറങ്ങുന്നത് കേട്ടോ. നല്ല കാറ്റ് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മേലിന്ന് ഇറങ്ങി കേട്ടോ. നമ്മൾ ഇറങ്ങി ഇനി താഴെ വേറൊരു വ്യൂ ഉണ്ട്. അതും കൂടിയും കണ്ടതിന് ശേഷം നമ്മൾ താഴോട്ട് പോയി ബൈക്ക് എടുത്ത് അനന്തപൂരിലേക്ക് വിടും. അനന്തപൂരിലേക്കാണ് ഇപ്പോൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി അത് ചിലപ്പോൾ പറഞ്ഞ പോലെ ചേഞ്ച് ആവാം. കാരണം ഇപ്പോൾ കാണില്ലേ, ഇപ്പോൾ ഞങ്ങൾ വന്നത് ഒരിക്കലും പ്ലാനിലില്ലാത്തൊരു കാര്യമാണ് ഗൈസ്. നമ്മളിങ്ങോട്ട് വന്നപ്പോഴേ ഇവിടെ ഇല്ലീഗൽ എൻട്രി എന്താ പ്രോഹിബിറ്റഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയില്ല കേട്ടോ. നമ്മളിനി താഴോട്ടാണ് പോവാം. നമ്മളിനി നേരെ നമ്മളെ ബൈക്ക് വെച്ച് കൊടുത്തേക്കാട്ടോ പോവാ. ഗൈസ്, നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളാള് വെയിറ്റ് ചെയ്യുന്നേ. ബാ ആള് ബേക്കിൽ വരും. ആള് വഴികാട്ടിയാണ്, പക്ഷെ ബേക്കിലേ വരുള്ളൂ. അതെ, നീ ഇത് മൊത്തം ഇറങ്ങണം.
ഗായ്സ് അപ്പോൾ നമ്മൾ ഇത് മൊത്തം കയറി കണ്ടു, അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി തിരിച്ചിറങ്ങാണ്. അപ്പോൾ ഈ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എന്തായാലും ഇതിൻ്റെ പാർട്ടുകൾ ഇനി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ഹൈദരാബാദ് എത്തിയിട്ടില്ല. അപ്പോൾ ഓക്കെ ഗായ്സ്, ബൈ.